കേരളത്തിലെ കോൺഗ്രസ്സുകാർ ഒരു വടി വെട്ടിയിട്ട് CPM-ൻ്റെ കയ്യിൽ കൊണ്ട് കൊടുത്തിട്ട് ഞങ്ങളെ അടിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. ഇതിൻ്റെ കാരണം ഒന്ന് ശശി തരൂരിൻ്റെ ഒരു ലേഖനമാണ്. രണ്ടാമത്തത് ശശി തരൂരിൻ്റെ ലേഖനത്തെ കോൺഗ്രസ് അത് തന്ത്രപരമായി നേരിടേണ്ടതിന് പകരം വളരെ മോശപ്പെട്ട രീതിയിൽ ശശി തരൂരിനെ ഇല്ലാതാക്കാമെന്ന് വിചാരിച്ച് കുറച്ച് നേതാക്കന്മാർ ഇറങ്ങിത്തിരിക്കുകയും അങ്ങനെ അവർ തന്നെ ഈ വടി വളരെ ശക്തമായിട്ടുള്ള ഒരു വടിയായിട്ട് CPM-ൻ്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുകയും ചെയ്തു എന്നുള്ളതിൻ്റെ ആണ് കാര്യം. ഇത് ഞാൻ വിശദമാക്കാം. കാരണം ശശി തരൂർ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഒരു ലേഖനം എഴുതിയിരുന്നു. ഞാൻ ആദ്യമേ തന്നെ പറയട്ടെ, ഈ ലേഖനം മഹാഭൂരിപക്ഷം പേരും വായിച്ചിട്ടില്ല. നമ്മുടെ ചർച്ച നടത്തുന്നവരോ കോൺഗ്രസിൻ്റെ എത്ര നേതാക്കളോ തന്നെ ഇത് വായിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമാണ്. കാരണം ഈ ലേഖനത്തെക്കുറിച്ച് ഒരു തവണ അജിംസ് ഔട്ട് ഓഫ് ഫോക്കസിലിരുന്ന് മീഡിയ വണ്ണിൻ്റെ ചാനൽ ചർച്ചയിലിരുന്ന് പറയുന്നത് ഇത് CPM-നെ കളിയാക്കിക്കൊണ്ടുള്ള ഒരു ലേഖനമാണെന്നാണ്. മറ്റൊരു അർത്ഥത്തിൽ ഇത് CPM-ന് വലിയ നേട്ടമാകുന്ന ലേഖനമാണ് എന്നുള്ളതാണ് കോൺഗ്രസ്സുമാരൊക്കെ പറഞ്ഞു വെക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു തന്ത്രപരമായിട്ടുള്ള വലിയ പിഴവ് കോൺഗ്രസ്സിന് ഈ കാര്യത്തിൽ പറ്റി. നമ്മൾ ആദ്യം ലേഖനത്തിൽ ഒന്നുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ ഇതിലേക്ക് വരാം. ലേഖനത്തിലുള്ള കാര്യമെന്ന് പറയുന്നത് ഇന്ത്യയിലെ എക്കോണമി എന്ന് പറയുന്നത്, സാമ്പത്തിക വ്യവസ്ഥ എന്ന് പറയുന്നത് ഒരു ഇഴയുന്ന ആനയായിരുന്നുവെന്നും ഇപ്പോൾ അത് ഒരു പുലിയായി മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുമാണ്, ടൈഗറായി മാറിയിട്ടുണ്ട്, കടുവയായി മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ആ ലേഖനം ആരംഭിക്കുന്നത്. അത് പറയാനുള്ള ഒരു കാരണം അദ്ദേഹം ചില ഫാക്ട്സ് ഫിഗേഴ്സൊക്കെ നിരത്തുന്നുണ്ട്. അതിലൊന്ന്, ഇപ്പോൾ അമേരിക്കയിലും സിംഗപ്പൂരിലുമൊക്കെ ഒരു ബിസിനസ് തുടങ്ങണമായിരുന്നുവെങ്കിൽ ഒരു 1-2 കൊല്ലം മുമ്പ് അവിടെ 3 ദിവസം മതിയായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ നമുക്ക് 114 ദിവസങ്ങൾ വേണം ഒരു ബിസിനസ് തുടങ്ങാനുള്ള പ്രൊസീജിയർ എല്ലാം പൂർത്തിയാക്കാൻ. പക്ഷേ അത് കേരളത്തിലേക്ക് വരുമ്പോൾ 1-2 കൊല്ലങ്ങൾക്ക് മുമ്പ് 236 ദിവസങ്ങൾ വേണമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഏതാണ്ട് ഒരു 3 മിനിറ്റ് കൊണ്ട് പോലും ഒരു ബിസിനസ് തുടങ്ങാനുള്ള സൗകര്യം കേരളത്തിലുണ്ട് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, അതിൽ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, ഈ ബ്ലോക്ക് ചെയിൻ്റെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും ടെക്നോളജിയുടെയൊക്കെ കാര്യത്തിൽ ഇത്തരത്തിൽ വലിയ ഡെവലപ്മെൻ്റ് ഉണ്ടായിരുന്നു. നേരത്തെ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന, ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സ്ഥലമാണ് നമ്മുടേതെങ്കിൽ പോലും ഇവിടെ ഡെവിൾസിൻ്റെ പ്ലേ ഗ്രൗണ്ട് ആയിരുന്നു. അതായത് ചെകുത്താന്മാരുടെ ഒരു കളിസ്ഥലമായിരുന്നു കേരളത്തിലെ ഇൻഡസ്ട്രി രംഗം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ ലേഖനം ആരംഭിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം പറയുന്ന മറ്റു ചില കണക്കുകൾ കൂടിയുണ്ട്. അതാണ് വലിയ വിവാദമായേക്കുന്നത്. ആ വിവാദമായേക്കണമെന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നത് ഒരു ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം റിപ്പോർട്ട് പ്രകാരമാണ് അദ്ദേഹം പറയുന്നത്. പറയുന്നത് 2022-23 46% ഗ്രോത്താണ് ഈ പറയുന്ന സ്റ്റാർട്ടപ്പുകൾക്ക് ഉണ്ടായതെങ്കിൽ 2023-2024 വരുമ്പോൾ അതേതാണ്ട് 254% വരുന്ന ഗ്രോത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇതൊരു ഏതാണ്ട് ഒരു 33.2 മില്യൺ കമ്പനികളിൽ നടത്തിയിട്ടുള്ള വലിയ പഠനത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന റിപ്പോർട്ടാണ് എന്നുള്ളതാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഈ ലേഖനം അദ്ദേഹം ഒരു ഘട്ടത്തിൽ മോദിയെയും ഇന്ത്യൻ എക്കോണമിയെയും പുകഴ്ത്തിക്കൊണ്ട് എഴുതുന്നു. അത് വളരെ ചെറിയൊരു പാരഗ്രാഫാണ്. പക്ഷേ അടുത്ത ഘട്ടത്തിൽ അദ്ദേഹം ഇപ്പോൾ ഉണ്ടായിട്ടുള്ള നേട്ടങ്ങളെക്കുറിച്ച്, സ്റ്റാർട്ടപ്പ് മിഷനിൽ ഉണ്ടായിട്ടുള്ള നേട്ടങ്ങളെക്കുറിച്ച് എഴുതുന്നു. അതിനുശേഷം ഏറ്റവും ഒടുവിലേക്ക് വരുമ്പോൾ ഈ ലേഖനത്തിൽ അദ്ദേഹം ചില പരാമർശങ്ങൾ കൂടി നടത്തുന്നുണ്ട്. ആ പരാമർശങ്ങൾ എന്ന് പറയുന്നത്, ഈ ലേഖനം അദ്ദേഹം പറയുന്നത് നേരത്തെ ഇവിടെ വരാനിരിക്കുന്ന എല്ലാ നേട്ടങ്ങളെയും എല്ലാ മാറ്റങ്ങളെയും എല്ലാം തന്നെ CPM-ഉം അതുപോലെ ഇടതുപക്ഷവും ഒക്കെ എതിർക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2026 അവരിപ്പോൾ അധികാരത്തിൽ നിന്ന് പോയാൽ അവർ വീണ്ടും പഴയ രീതിയിലേക്ക് തിരിച്ചു പോകുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ ലേഖനം അവസാനിക്കുന്നത്. അപ്പോൾ ഇത് ഒരു തരൂരിനെ അടിക്കാനുള്ള വടിയാണ്. അദ്ദേഹത്തെ ഇവിടെ നിന്ന് പുറത്താക്കാം. കാരണം അദ്ദേഹം ഒരു മുഖ്യമന്ത്രിയാകാൻ, വേണമെങ്കിൽ പ്രധാനമന്ത്രിയാകാൻ തന്നെ ഉള്ളൊരു മെറ്റീരിയലാണ് എന്ന് മനസ്സിലാക്കുന്ന ആളുകൾ ഇദ്ദേഹത്തിന് പാര വെക്കാൻ വേണ്ടി ഒരു സമയം സ്ഥലവും ഒക്കെ തീരുമാനിച്ച് അല്ലെങ്കിൽ അവസരം നോക്കിയിരിക്കുകയായിരുന്നു. ആ അവസരം നോക്കിയിരിക്കുന്നത് കൊണ്ട് ഇത് തരൂരിനെതിരെയുള്ള വലിയ വിമർശനമാക്കി കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ തന്നെ മാറ്റി. യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ചെയ്യേണ്ടത് എന്താണ്? ഈ പറഞ്ഞ കാര്യങ്ങളിൽ വസ്തുതാപരമായ പെശകുകളുണ്ടെങ്കിൽ അത് പാർട്ടിയുടെ ഹൈക്കമാൻഡ് ഇടപെട്ടുകൊണ്ട് ശശി തരൂരിനെ കൊണ്ട് തിരുത്തിക്കാൻ കഴിയേണ്ടതായിരുന്നു. അദ്ദേഹം ഇത് ആദ്യമായിട്ടല്ല ഇത്തരത്തിലുള്ള നിലപാടുകൾ എടുക്കുന്നത്. അദ്ദേഹം സിൽവർ ലൈൻ അനുകൂലമായി നിലപാടെടുത്തിട്ടുണ്ട്. അദ്ദേഹം പലസ്തീൻ ഐക്യദാർഢ്യ സദസ്സിൽ ചെന്നിട്ട് അദ്ദേഹം ഹമാസിനെതിരെയും ഹമാസ് തീവ്രവാദികളാണ് എന്നുള്ള നിലയിൽ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ അദ്ദേഹം പല കാര്യങ്ങളിലും അദ്ദേഹം G23 അംഗമായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ പല വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളും അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലെ വലിയ പ്രധാനപ്പെട്ട CPM-ന് ഗുണകരമാകുന്ന കാര്യങ്ങൾ
വിമർശിച്ചുകൊണ്ട് അതൊരു ലൈംലൈറ്റിൽ ആ ചർച്ച നിർത്തിക്കൊണ്ട് CPM-ന് അടിക്കാനുള്ള ഒരു വടി കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് ചെയ്തത്. കോൺഗ്രസ് ഇതിനെ പ്ലേ ഡൗൺ ചെയ്യേണ്ടതായിരുന്നു ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കോൺഗ്രസ് വളരെ കൃത്യമായി നേരത്തെ നിങ്ങൾ ഇതിനെയെല്ലാം തന്നെ എതിർത്തിട്ടുണ്ട് എന്നുള്ളതും ഈ സ്റ്റാർട്ടപ്പ് മിഷൻ അടക്കമുള്ള പല പദ്ധതികളും തുടങ്ങിയത് കുഞ്ഞാലിക്കുട്ടിയുടെയും UDF ഗവൺമെൻറ്റിൻ്റെയും കാലത്താണെന്ന് പറയുന്ന പ്രൊജക്ഷൻ ഉണ്ടാക്കുകയും ചെയ്യേണ്ടതിന് പകരം കൃത്യമായ അടിക്കാനുള്ളൊരു വടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയും അത് ലൈവായിട്ടുള്ളൊരു ചർച്ചയാക്കി നിർത്തുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജിക് ബ്ലണ്ടറാണ് കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. അത് തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ ഏതാണ്ട് ഒരു കൊല്ലവും 2 മാസവും മാത്രമുള്ളപ്പോൾ ഏതാണ്ട് ഒരു 6-7 മാസത്തിനൊക്കെ നമ്മൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഇത് ചർച്ചയാക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. തരൂർ പലപ്പോഴും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊക്കെ വലിയ തോതിൽ ചർച്ചയാക്കിയത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരാണ്. അത് വലിയ ബ്ലണ്ടറാണെന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൽഹി തെരഞ്ഞെടുപ്പ് നടന്നു. ഈ ഡൽഹി തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ കൃത്യമായി BJP എടുത്തൊരു തീരുമാനം കോൺഗ്രസ്സുകാർ അറിയണം. ആ തീരുമാനം എന്ന് പറയുന്നത് എഡ്യൂക്കേഷനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയെ കുറിച്ചോ അവിടെ ഒരു കാരണവശാലും ഒരു മീറ്റിങ്ങിലും ഒരു നേതാവും സംസാരിക്കരുത് എന്നുള്ളതാണ്. അപ്പോൾ അത് അത്തരത്തിൽ ഒരു വലിയ കൃത്യമായ നിർദ്ദേശം കൊടുത്തിരുന്നു. കാരണം അത് രണ്ടും സംസാരിച്ചാൽ അത് രണ്ടും ചർച്ചയാക്കിയാൽ അത് ആം ആദ്മി പാർട്ടിക്ക് വലിയ നേട്ടമുണ്ടാകുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതൊന്നും ചർച്ചയാക്കാതെ അവരുടെ ദൗർബല്യങ്ങൾ മാത്രം ചർച്ചയാക്കുന്ന യമുനയിലെ പൊല്യൂഷനും വാട്ടർ പൊല്യൂഷനും എയർ പൊല്യൂഷനും ഒക്കെ മാത്രം ചർച്ചയാക്കുന്ന ലെവലിലേക്ക് എത്തിയത്. ഇത്തരത്തിൽ തന്ത്രപരമായ ഒരു ബുദ്ധി ഈ പറയുന്ന ശശി തരൂരിൻ്റെ കാര്യത്തിൽ കോൺഗ്രസ് കാണിക്കണമായിരുന്നു. തരൂർ അത് പറഞ്ഞു പോയി. തരൂർ അത് പറയാതിരുന്നാൽ കുറച്ചുകൂടി നല്ലതാണ്. പക്ഷെ തരൂരും അടിക്കാനുള്ളൊരു വടി കൊടുത്തതാണ് അദ്ദേഹം. പക്ഷെ അത് അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം അതിൽ തെറ്റുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഫാക്റ്റായി എപ്പോഴും പറയാൻ ഒരു ആർജവം കാണിക്കുകയും ആ ആർജവം കാണിക്കുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും അതിനെ പാർട്ടിയോ അല്ലെങ്കിൽ ചർച്ചയോ ഒക്കെ ആക്കി മാറ്റാതിരിക്കാനുള്ള ബുദ്ധി കോൺഗ്രസ് കാണിക്കണമായിരുന്നു. തരൂർ എല്ലായ്പ്പോഴും ഇങ്ങനെയുള്ള പലതരത്തിലുള്ള പരാമർശങ്ങളും അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അദ്ദേഹം സിൽവർ ലൈൻ അനുകൂലമായിരുന്നു എന്ന് നമുക്കറിയാം. അദ്ദേഹം വിഴിഞ്ഞം പോർട്ടിൽ അദാനിയുടെ വിഴിഞ്ഞം പോർട്ട് വരണം എന്നുള്ളതിന് അനുകൂലമായിരുന്നു. അപ്പോൾ പലപ്പോഴും അദ്ദേഹം സധൈര്യം സ്വന്തം നിലപാടുകൾ തുറന്നു പറഞ്ഞിട്ടുള്ള ഒരാളാണ്. ഇനി ഇത് കൂടാതെ മറ്റൊരു വിവാദം കൂടിയുണ്ട്. അത് ഈ പറയുന്ന മോദിക്കെതിരെ വലിയ തോതിൽ വിമർശനം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അവിടെ നിന്ന് ഡിപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ കയ്യിലും കാലിലുമൊക്കെ ചങ്ങലയിട്ട് ഇന്ത്യയിൽ കൊണ്ടുവന്ന് ഇറക്കുന്നു. അത് വലിയ പ്രശ്നമായല്ലോ എന്ന് വെച്ചാൽ അമൃത്സറിൽ കൊണ്ടുവന്ന് ഇറക്കുന്നു എന്ന് പറഞ്ഞ് കോൺഗ്രസ് വലിയ തോതിൽ വിമർശനം അഴിച്ചു വിടുമ്പോൾ മോദിയുടെ അമേരിക്കൻ വിസിറ്റ് ഒരു പരാജയമായിരുന്നു എന്ന് പറയുമ്പോൾ ശശി തരൂരിന് അതിൽ വിരുദ്ധമായിട്ടുള്ള അഭിപ്രായമാണുള്ളത്. പക്ഷേ ഈ ശശി തരൂരിൻ്റെ അഭിപ്രായങ്ങളെ നെഗ്ലക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അത് കൺട്രോൾ ചെയ്യാനോ ശ്രമിക്കേണ്ടതിന് പകരം ഇത് രണ്ടിനും ശശി തരൂരിനെ എങ്ങനെയെങ്കിലും പിടിച്ച് പുറത്താക്കാൻ ഇതൊരു വലിയ ചർച്ചാ വിഷയമാകുന്ന ചർച്ചകൾക്ക് MM ഹസനും അതുപോലെ തന്നെ മുരളീധരനും VD സതീശനും എല്ലാവരും തന്നെ തുടക്കമിട്ടത് അത്യന്തം പരിതാപകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് അവരും മനഃപൂർവ്വം ചെയ്തതാണ്. കാരണം കിട്ടുന്നൊരു വഴി അല്ലെങ്കിൽ കിട്ടുന്നൊരവസരത്തിൽ തരൂരിനൊന്ന് മൂലക്കെടുത്താം, തരൂരിനൊരു മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് എന്നുള്ള അല്ലെങ്കിൽ ഇനി ഒരിക്കലും ഉയർന്നു വരാത്ത രീതിയിലാക്കാം എന്ന് വിചാരിച്ചിട്ടാണ് അവർ ഈ പണിയെടുക്കുന്നത്. തരൂരും നേരെ തിരിച്ചു ഇത് തന്നെയാണ്. അദ്ദേഹം ബുദ്ധിയുള്ള മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇനി അദ്ദേഹം പാർലമെൻറ്റിലേക്ക് മത്സരിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ മുഖ്യമന്ത്രിയാകുക എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അതിനെന്തായാലും ഇവർ സമ്മതിക്കില്ല എന്നറിഞ്ഞ് തൻ്റെ പ്രശസ്തി കുറച്ചുകൂടി അല്ലെങ്കിൽ തൻ്റെ പ്രസക്തി കുറച്ചുകൂടി കുറയുന്നതറിഞ്ഞ് അദ്ദേഹം കൃത്യമായ ഒരു ഇടപെടൽ കൂടി നടത്തിയിരിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹം ഇത് തിരുത്താൻ തയ്യാറില്ല. ഇതിൽ തരൂരിൻ്റെ മറ്റൊരു വാചകം കോൺഗ്രസിനെ വെട്ടിലാക്കിയിട്ടുണ്ട്. അത് ഒന്ന്, ഇത് വായിച്ചാൽ ഇംഗ്ലീഷ് മനസ്സിലാകാത്തവർക്കാണ് കുഴപ്പം, ഇംഗ്ലീഷ് അറിയാവുന്നവർക്ക് ഇത് വായിച്ചാൽ ഒരു കുഴപ്പമില്ലാന്ന് പറഞ്ഞിട്ടുണ്ട് ഒന്ന്. രണ്ടാമത്തേത് വസ്തുതകളും അതുപോലെ തന്നെ ഫാക്റ്റും വെച്ച് നിങ്ങളിതിനെ എതിർക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എതിർക്കാനായിട്ട് പലപ്പോഴും കോൺഗ്രസ്സുകാർക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം കോൺഗ്രസ്സുകാർ ഇതിനെക്കുറിച്ചൊന്നും പഠിക്കുകയോ വളരെ കൃത്യമായ ഒരു ആഴത്തിലുള്ള അറിവ് നേടുകയോ ഒന്നും ചെയ്തിട്ടില്ല. കാരണം 2 ലക്ഷത്തിലേക്കും സ്റ്റാർട്ടപ്പ് തുടങ്ങി എന്ന് പറഞ്ഞാൽ എല്ലാ പഞ്ചായത്തിലും എത്ര എണ്ണം വീതം തുടങ്ങണം, അങ്ങനെ തുടങ്ങിയിട്ടുണ്ടാവാൻ ഒരു സാധ്യതയില്ല എന്ന് അറിഞ്ഞുകൊണ്ട് കൃത്യമായ പഠനം കോൺഗ്രസ് നടത്തിയാൽ മതി. കോൺഗ്രസ് അതിനെയൊക്കെ പൊളിച്ചെടുക്കാനായിട്ട് മുമ്പോട്ട് വരണം. അത്തരത്തിൽ വലിയ ഏജൻസികൾ ഇവിടെ അവൈലബിൾ ആണ്. അവരെ വേണമെങ്കിൽ കോൺഗ്രസ് നിയമിക്കണം. ഇതിനൊന്നും കോൺഗ്രസ് തയ്യാറല്ല എന്നുള്ളതാണ് വാസ്തവം. യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ ഈ റിയാക്ഷൻ കൊണ്ട് വർക്കിംഗ് കമ്മിറ്റി മെമ്പർ എന്നുള്ള നിലക്ക് ശശി തരൂരിനെ വേണമെങ്കിൽ ഒതുക്കാമെന്ന് വിചാരിച്ച് രമേശ് ചെന്നിത്തലയും VD സതീശനും അതുപോലെ MM ഹസനും ഒക്കെ പടപ്പുറപ്പാടുമായി ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ആത്യന്തികമായി ഇത് തരൂരിന് വലിയ ഡാമേജ് ഉണ്ടാക്കും. തരൂരിനെ വേണമെങ്കിൽ പാർട്ടിയിൽ ഒരു മൂലക്കെടുത്താം. പക്ഷേ അതിനേക്കാൾ വലിയ ഡാമേജ് കോൺഗ്രസിനുണ്ടാക്കുമെന്നും UDF ഉണ്ടാക്കുമെന്നും കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ തിരിച്ചറിയണം. ഒന്ന്. ഇനി രണ്ടാമത്തത് എന്താ, ഇത് വലിയ അവസരമായി കണ്ടുകൊണ്ട്
AK ബാലനൊക്കെ വന്നിട്ട് തരൂരിനെ വിശേഷിപ്പിക്കുന്നത് വലിയ വിപ്ലവകാരി എന്നാണ്. ഏറ്റവും ബുദ്ധിയുള്ള വളരെ ബൗദ്ധികമായ ശേഷിയുള്ള വളരെ വിവരമുള്ള അറിവുള്ള ആൾ എന്നുള്ളതാണ്. ഇതൊക്കെ തന്നെ ഈ CPM പറയുമ്പോഴും ഈ പറയുന്ന കോൺഗ്രസ്സുകാർ തരൂരിനെ ചീത്ത പറയുമ്പോഴൊക്കെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, കേരളത്തിലെ ഒരു എഡ്യൂക്കേറ്റഡ് ക്രൗഡിനിടക്ക്, ഒരു വലിയ മിഡിൽ ക്ലാസ് ആളുകളുടെ ഇടക്ക്, ഒരു വലിയ ചെറുപ്പക്കാരുടെ ഇടക്ക് വലിയ തരത്തിൽ സ്വാധീനമുള്ള ഒരാളാണ് ശശി തരൂർ എന്ന് പറയുന്നത്. അദ്ദേഹം പറയുന്നത് ശരിയാണെന്ന് ആളുകൾ വിശ്വസിക്കും. അതുകൊണ്ട് തന്നെയാണ് ശശി തരൂർ 1 മണിക്കൂർ പ്രസംഗിക്കാൻ പോകുമ്പോൾ 2 ലക്ഷം മുതൽ 5 ലക്ഷവും അല്ലെങ്കിൽ 10 ലക്ഷം വരെയുള്ള പേയ്മെൻറ്റ് കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ പ്രസംഗിക്കാൻ ആളുകൾ ക്ഷണിക്കുന്നതും അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് യഥാർത്ഥത്തിൽ കോൺഗ്രസ് വലിയ തോതിലുള്ള ഒരു ചർച്ചാ വിഷയമാക്കിയത് വലിയൊരു സ്ട്രാറ്റജിക് ബ്ലണ്ടറാണ് എന്ന് പറയാതെ വയ്യ. ഇതാണ് ആദ്യത്തെ കാര്യം. ഇനി ഒരു ചെറിയ പാർട്ടും കൂടി പറഞ്ഞാൽ ഇത് പൂർത്തിയാവുള്ളൂ. അത് തരൂർ ഇങ്ങനെ മോദിയെ പുകഴ്ത്തി, അല്ലെങ്കിൽ തരൂർ ഉടനെ തന്നെ പിണറായി വിജയൻ്റെ ഭരണത്തെയോ പി രാജീവിൻ്റെ ഈ പറയുന്ന വ്യവസായ വകുപ്പിനെ പുകഴ്ത്തി എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ CPMലേക്ക് പോകൂ അല്ലെങ്കിൽ BJPയിലേക്ക് പോകുമെന്നൊക്കെ ഉള്ളതാണ്. ഞാനൊരു 3-4 കൊല്ലം മുമ്പ് തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ശശി തരൂർ അങ്ങനെ പെട്ടെന്ന് ഈ പറയുന്ന ഓരോ രാഷ്ട്രീയ പാർട്ടിയിലേക്കൊന്നും മാറാൻ കഴിയില്ല. കാരണം ഇവിടെ ഉള്ള ഒരു MP എന്നുള്ള നിലക്കാണ് മഹാഭൂരിപക്ഷ ആളുകൾ ഇപ്പോൾ അദ്ദേഹത്തെ കാണുന്നതെങ്കിൽ അദ്ദേഹം ഒരു ഗ്ലോബൽ ഫിഗറാണ്. അദ്ദേഹത്തിൻ്റെ ബുക്കുകളുടെ റോയൽറ്റി തന്നെ ഒരു കൊല്ലം കോടിക്കണക്കിന് രൂപ കിട്ടുന്നതാണ്. അദ്ദേഹം എടുത്തിട്ടുള്ള നിലപാടുകൾ രാജ്യാന്തര തലത്തിൽ ചർച്ചയാകുന്ന ഒരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ നിലപാടുകളിൽ തന്നെ വെള്ളം ചേർത്തുകൊണ്ട് താൽക്കാലികമായിട്ടുള്ളൊരു സീറ്റിന് വേണ്ടി ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൂടെ നിൽക്കുക, ഇതുവരെ പറഞ്ഞതെല്ലാം ഖണ്ഡിക്കുക എന്ന് പറയുന്നത് ചെയ്യാൻ കഴിയാത്തത്ര വലിയ ഒരു കരിസ്മയുള്ള, ഒരു ക്യാരക്ടറുള്ള ഒരു വിശ്വപൗരനായി തരൂർ മാറിക്കഴിഞ്ഞു എന്നുള്ളത് നിങ്ങൾ യാഥാർത്ഥ്യത്തിൽ മനസ്സിലാക്കണം. അങ്ങനെ മാറിക്കഴിഞ്ഞത് കൊണ്ട് ഒരു കാരണവശാലും ഇവിടെ കേരളത്തിലോ ഇന്ത്യയിലോ അല്ലെങ്കിൽ അവരുടെ ആളുകൾക്കിടക്കുണ്ടാവുന്ന ഇമേജോ താൽക്കാലിക നേട്ടങ്ങളോ നോക്കിക്കൊണ്ട് മാത്രം തരൂരിനൊരു നിലപാടും എടുക്കാൻ കഴിയില്ല. അദ്ദേഹം ഇത്രയും കാലം സ്വന്തം ജീവിതം കൊണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ഗ്ലോബൽ ഇമേജ് നിലനിർത്തിക്കൊണ്ട് മാത്രമേ തീരുമാനമെടുക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു കാരണവശാലും തന്നെ ഇപ്പോൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളിലേക്ക് പോകൽ എളുപ്പമല്ല. ഇനി പോകുമെന്ന് പറയുന്ന ആളുകൾ ഒരു കാര്യം കൂടി ഒന്ന് ആലോചിച്ച് നോക്കും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം BJP ചേർന്നിരുന്നുവെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് അദ്ദേഹത്തിന് ജയിക്കാൻ കഴിയുമായിരുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹം ക്യാബിനറ്റ് റാങ്കുള്ള മിനിസ്റ്റർ ആകാൻ കഴിയുമായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ വലിയ സാധ്യതകൾ അദ്ദേഹത്തിന് മുമ്പിലുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പറയുന്നത് കേട്ടിട്ട്, അതായത് ഹമാസ് തീവ്രവാദികളാണെന്ന് പറയുന്നതായിട്ട് ഉടനെ തന്നെ BJP പോയി ജോയിൻ ചെയ്യും. തൊട്ടടുത്ത ദിവസം അദ്ദേഹം എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അത് CPMലേക്ക് പോകുമെന്നൊക്കെ പറയുന്നത് വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. അദ്ദേഹത്തിൻ്റെ നിലപാടുകളുമായി മുന്നോട്ട് പോകും. അതിനെ വളരെ തന്ത്രപരമായി കൈകാര്യം ചെയ്യാൻ കോൺഗ്രസ്സിന് കഴിഞ്ഞില്ലെങ്കിൽ തീർച്ചയായിട്ടും 2026 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് വലിയ തോതിലുള്ള ഡാമേജ് ഉണ്ടാകും. കാരണം അടിക്കാനുള്ള വടിയായിരുന്നു തരൂരിൻ്റെ ഈ പറയുന്ന ലേഖനം എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. പക്ഷെ അതിൻ്റെ മറ്റു ഭാഗങ്ങൾ പ്രൊജക്റ്റ് ചെയ്യാനും അതിനെ ഡിഫെൻഡ് ചെയ്യാനും കോൺഗ്രസ്സുകാർ തയ്യാറായിരുന്നുവെങ്കിൽ ഇത് ഇത്ര വലിയ ചർച്ചയാകാതെ കഴിയുമായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. തെരഞ്ഞെടുപ്പുകളിൽ ഇത്തരത്തിലുള്ള തന്ത്രങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. അത് മറന്നു പോകുന്നത് കോൺഗ്രസ് ആണ്. കാരണം കോൺഗ്രസ് തോറ്റാലും കുഴപ്പമില്ല, തരൂർ പുറത്തായാൽ മതി എന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ്.